ഉന്നതനായുള്ള ആൾക്ക് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത പിന്നെ അപേക്ഷയുടെ രേഖ അടക്കുന്നത്. അതായത് 2021 തൊട്ട് അയക്കാൻ തുടങ്ങിയതാണ് അത്. പിന്നെ ഓൺലൈൻ ഒത്തിരി അയച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മേഡത്തിന് അയച്ചായിരിക്കാം, ഹെൽത്ത് മിനിസ്റ്റർക്ക് അയച്ചാണ് അടിക്കിടക്കുന്നത്. എടുത്തു വേണ്ട ഇത്ര ഈ വെള്ളം കാണുന്നത് ഹെൽത്ത് മിനിസ്റ്റർക്ക് കിടക്കുന്നുണ്ടോ, അഡ്രസ്സ് കിടക്കുന്നുണ്ടോ, ഹെൽത്ത് മിനിസ്റ്റർ ട്രിവാൻഡ്രം നടക്കുന്നുണ്ടോ, വേണ്ടേ വെൽഫെയർ എല്ലാം ഉണ്ട്. അവർക്ക് അയച്ച്. മെഡിക്കൽ കൗൺസിലിന് അയച്ച് വേണ്ടേ. അതായത് ഇപ്പോൾ ഈ ചുവപ്പ് കളർ കാണുന്ന മൊത്തം മെഡിക്കൽ കൗൺസിലിൻ്റെയാണ്. ഒരു മറുപടി കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് തൊട്ട് അയച്ചാ 2021 തൊട്ട് അയച്ച. ഇത് അറിഞ്ഞിടം തൊട്ട് ഈ മരുന്ന് ക്യാൻസറിൻ്റെ ആണെന്ന് അറിഞ്ഞതിന് തൊട്ട് അന്ന് തൊട്ട് അയക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ആരും അതിന് മറുപടി തരുന്നുണ്ട്. ഈ ഞങ്ങൾക്ക് അതിന് തെളിയിക്കാൻ പറ്റുന്നില്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതെല്ലാം പിന്നെ മെഡിക്കൽ ഓഫീസർമാർക്ക് അയച്ചാണ്ട്. ഇതൊക്കെ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് അയച്ചത് കവർ. അപേക്ഷ ഇതൊന്നും അല്ല. ഇനി ഒരു 25 കിലോ അപേക്ഷ ഇരിപ്പുണ്ട് ഈ കവർ കൂടാതെ. എല്ലാം കൊടുത്തു. നവോദയ സദസ്സിൽ കൊടുത്തെങ്കിലും 20 മന്ത്രിമാർക്കാണ് കൊടുത്തത്. വേണ്ടേ ഇത് കണ്ടോ, എല്ലാ അപേക്ഷകളാണ് കണ്ടോ, ഇത് കണ്ടോ. ഈ രാജ്യത്ത് ഇത്ര അപേക്ഷ കൊടുത്ത ആൾ കാണത്തില്ല. അതാണ് നമ്മുടെ കേരളം. സുതാര്യ കേരളമാണ്.